നമസ്കാരം. ജാനകി വിഷയം ഇന്ന് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ജാനകിയെ കൊല്ലണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. എന്നോട് പല മാധ്യമങ്ങളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൻ്റെ ആദ്യത്തെ വിക്ടിം ഞാനാണ്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് ടോക്കൺ നമ്പർ എന്നൊരു സിനിമ ഞാൻ സെൻസർ ചെയ്യാനായിട്ട് സെൻസർ ബോർഡിനെ സമീപിച്ചത്. അവിടെ ഇതേ വിഷയം ഞാൻ നേരിടേണ്ടി വന്നു. അതിൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ ജാനകിയും ഏബ്രഹാമും. ഗർഭാവസ്ഥയിൽ തന്നെ ഏബ്രഹാമിനെയോ ജാനകിയോ കൊല്ലാനായിട്ട് സെൻസർ ബോർഡ് എന്നോട് പറഞ്ഞു. പക്ഷേ അവർക്ക് ജാനകിയെ രക്ഷിക്കാനായി ഏബ്രഹാമിനെ കൊല്ലാനാണ് അവരെന്നോട് ആദ്യം പറഞ്ഞത്. പക്ഷേ ആ സിനിമയിൽ ഏബ്രഹാമിൻ്റെ സ്ഥാനവും പരിസരവും കൊണ്ട് അത് ഏബ്രഹാമിനെ കൊന്ന് മറ്റൊരു പേരിടുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ട് നമ്മൾ പല വാതിലുകളും മുട്ടി നോക്കി, പലരുടെയും കരഞ്ഞ് കാല് പിടിച്ച് നോക്കി. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇന്ന് സമൂഹത്തിൽ JSKയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളും എനിക്ക് വേണ്ടി നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം, ദുഃഖകരമായൊരു സത്യം. എനിക്കറിയാം ഏബ്രഹാമും ജാനകി ഒന്നുമല്ല പലരെയും അസ്വസ്ഥപ്പെടുത്തിയത്. ആ സിനിമയുടെ കഥാപരിസരം തന്നെയാണ്, അതിൻ്റെ പ്രമേയം തന്നെയാണ്. ആ സിനിമ ഇറങ്ങരുതെന്ന് ആരൊക്കെയോ ചട്ടിച്ചതുപോലെ എനിക്ക് തോന്നി. ഞാൻ അത്രമാത്രം അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തു. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് തരില്ല എന്നുള്ള ചില ഭീഷണി സ്വരങ്ങളിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ കൂടെയുള്ള ക്രൂസിനോടെല്ലാം സംസാരിച്ചിട്ട് ഞാൻ അവസാനം അവരുടെ ചില തീരുമാനങ്ങൾക്ക് തയ്യാറാകുകയായിരുന്നു. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞ മാസം സെൻസർ ചെയ്ത സിനിമ ഈ മാസം 9-ാം തീയതിയാണ് എൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ പുറകിൽ ചില ഉപാധികളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഉപാധികളോടെയാണ് ഇപ്പോൾ പ്രദർശന അനുമതിക്കായി കാത്തു നിൽക്കുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പലപ്പോഴും ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാതിരുന്നത് എനിക്കറിയാം. JSK എന്നൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഒരു സംവിധായകൻ വളരെ കഷ്ടപ്പെട്ടാണ്, വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടാണ് ആ സിനിമ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ചലച്ചിത്രകാരൻ്റെ മനസ്സിൻ്റെ വേദന എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് ഇറങ്ങി വിജയിച്ചതിന് ശേഷം ഞാൻ പുറത്ത് പറയാവുന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് അത് പുറത്തു വന്നു. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഈ JSKയിലേക്ക് ഇന്ന് കാണുന്ന വിവാദത്തിൻ്റെ പിന്നാമ്പുറ ചർച്ചകളൊന്നും ഞാൻ അതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ സംതിങ് ഫിഷി എന്ന് പറഞ്ഞ പോലെ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയാം. എന്തായാലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സമൂഹ മനസാക്ഷിയിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കിയ ഒരു കത്തി കഠാരയായിരിക്കും. കാരണം നമ്മുടെ ഈ സമൂഹത്തിൽ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ ഓരോരുത്തരും സേഫ് ആണോ എന്ന്. സേഫ് അല്ല എന്ന് തന്നെ പറയും ഞാൻ. കാരണം അതൊരു ഗവൺമെന്റിന്റെ കുറ്റമല്ല. ഗവൺമെന്റിനെ പ്രീതിപ്പെടുത്താൻ ഇടയിൽ നിൽക്കുന്ന ചിലരുടെ ചില ചിന്തകൾ, ക്രൂരമായ ചിന്തകൾ മാത്രമാണ്. ഒരിക്കലും ഞാൻ ഗവൺമെന്റിനെ പോയിന്റ് ചെയ്യുന്നില്ല. കാരണം ഗവൺമെന്റ് ഇത് അറിഞ്ഞുപോലും ഇല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും ഈ ഒരു വിവാദം ഇവിടെ എങ്ങനെ തുടരട്ടെ. അത് വിവാദത്തിനൊടുവിൽ പേര് മാറ്റിയാലും ഇല്ലെങ്കിലും JSK പുറത്തിറങ്ങട്ടെ, പമ്പിച്ച് വിജയമാകട്ടെ. ഒരിക്കൽ കൂടി പറയുന്ന ചലച്ചിത്രകാരൻ്റെ പേര് ഭദ്രമാക്കട്ടെ ഈ മലയാള ചലച്ചിത്ര വേദിയിൽ. നമ്മൾ ഈ ടോക്കൺ നമ്പറുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. അവിടെ നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ പ്രസൻസ് ആണ് എനിക്ക് ആവശ്യം. വരുന്ന ദിവസങ്ങളിൽ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം എൻ്റെ അഭിപ്രായം നിങ്ങളുമായി പങ്കുവയ്ക്കാം.